ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വാഴക്കൂമ്പ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. വാഴക്കൂമ്പ്, അതുപോലെ തന്നെ kodappan. നമ്മളെ നാട്ടിൽ എന്തായാലും ഇതിന് വാഴക്കത്തട്ട എന്നാണ് ചെറുപ്പം മുതലേ ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളത് കേട്ടോ. ഉമ്മൊക്കെ വീട്ടിൽ പറയുന്നത് കേട്ടിരുന്നത് അങ്ങനെയാണ്, വാഴക്കത്തട്ട എന്നാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നോക്കാം. ഇന്ന് ഞാൻ രണ്ടെണ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ഫ്രണ്ട് ഭാഗത്ത് തന്നെ വാഴ കൊലച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഇതുപോലെ തന്നെ ഒടിച്ചെടുക്കുക. അങ്ങനെ കുറേ പ്രാവശ്യം കുത്തിയിട്ട് വാഴക്കത്തട്ട താഴെ വീണ്. ഇനി നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് കയറ്റിയാൽ മതി. അല്ലെങ്കിൽ കിച്ചണിലൊക്കെ കറ പിടിക്കേണ്ടെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ ഒട്ടും ഈ ഭാഗമുള്ളതൊന്നും എടുക്കുന്നില്ല, ഫുൾ വൈറ്റ് പോർഷൻ ആവുന്നത് വരെ കളയാണ്. ഇപ്പോൾ ഈ നിപ്പ വൈറസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ശരിക്കും വവ്വാലൊക്കെ ഇതിൻ്റെ മീതെ വന്നിരിക്കണതാണല്ലോ. അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഭാഗം കംപ്ലീറ്റ് കളയുന്നുണ്ട്. ഉൾഭാഗം മാത്രം എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കൂന് ഭാഗം ഒട്ടും ഇതിൽ വരാൻ പാടില്ല, അപ്പോൾ കയ്പ്പ് രസം വരും. നമ്മളെ പൈനാപ്പിളിനൊക്കെ ഉള്ളിലൊരു കൂനുണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു കൂനാണിത്. ഇതിങ്ങനെ എടുത്ത് കളയാം. ഇനി നമുക്ക് ഇത് കൈ വെച്ചിട്ടല്ല, ഇത് ഞാൻ ഇതേപോലത്തെ ചോപ്പറിൽ ഇട്ടിട്ടാണ് കുറച്ചിട്ടിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കുന്നത്. നമ്മൾ കൈ വെച്ച് കട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലോണം ചോപ്പായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് ചോപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കൈ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ എത്രയോ ടൈമും വേണം. കൈമേലൊക്കെ കറ പിടിച്ച് കൈ കഴുകാൻ നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 2-3 പ്രാവശ്യം ഇട്ടിട്ട് ഇത് ചോപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ ഈ ഒരു ചോപ്പർ ഞാൻ വാങ്ങിച്ചിട്ടൊരു 5 വർഷമായിട്ടുണ്ടാവും. പക്ഷേ ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സൂപ്പറാണിത്. പിന്നെ കുറച്ചിട്ടിട്ടാണ് നമ്മൾ ഇതിൽ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു 2 പ്രാവശ്യം ഇട്ടിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കപ്പളവ് പറയുകയാണെങ്കിൽ 1/4 കപ്പ് തേങ്ങ ഉണ്ട്. ഇത് കുറച്ച് വലിപ്പമുള്ള തേങ്ങയാണ്, അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ അളവ്. ഇനി നമുക്ക് 3 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്കൊരു 4-5 വെളുത്തുള്ളി. ഇത് കൂടെ ചേർക്കുമ്പോഴാണ് ആ ഒരു തോരനൊരു പ്രത്യേക ടേസ്റ്റ് വരിക. പിന്നെ 4 പച്ചമുളക്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 1/2 കാലിൻ്റെ ഒക്കെ അടുത്തായിട്ട് നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ അതുപോലെ ചമ്മന്തി പോലെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണ് കടുക് ചേർത്തുകണ്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. 4 ഉണക്കമുളക്. എരിവിനനുസരിച്ചിട്ട് കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുക. പച്ചമുളകിൻ്റെ എരിവ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വാഴക്കത്തട്ട ചേർത്ത് കൊടുക്കുക. ഇത് കൂടെ ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് തവി വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിൽ ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ ഇതിങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 2 മിനിറ്റിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. ആ ഒരു വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ തേങ്ങയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് അതിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഉപ്പ് കൂടി പോവരുത്. ഇനി ഇതൊന്ന് തട്ടിക്കൂട്ടിയിട്ട് ഇതേപോലെ തന്നെ കൂമ്പിച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കി നോക്കാം. എങ്ങനെ വെന്തേക്കണമെന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി നോക്കി നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ തേങ്ങ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം.
തേങ്ങ ചേർത്തതിന് ശേഷം പിന്നെയും കുറച്ചുകൂടെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റും ഉപ്പും ഒക്കെ ഒന്നും കൂടെ നോക്കി നോക്കാം. തേങ്ങയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ വാഴക്കത്തട്ടയിലും ചേർത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഒന്നുകൂടെ നോക്കി നോക്കാം. അപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി പോകരുത് കേട്ടോ. കാരണം വെന്തതിന് ശേഷം ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഭയങ്കര ഉപ്പിക്കലിനായിട്ട് നിൽക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് തട്ടിക്കൂട്ടിയിട്ട് ഒന്ന് കൂമ്പിച്ചിട്ട് വെക്കുക. അതിന് ശേഷം ഒരു 5 മിനിറ്റോടെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വെച്ചാൽ മതി. നമ്മൾ ആ തേങ്ങയും വാഴക്കത്തട്ടി എല്ലാം കൂടിയിട്ടൊന്ന് മിക്സായിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കി നോക്കാം. ഇനി നമുക്ക് ഒന്നുകൂടെ ടേസ്റ്റ് നോക്കിയാലോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഉപ്പും എരിവും എല്ലാം പാകമാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളെ വാഴക്കൂമ്പ് തോരന് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാണ് കേട്ടോ, നേരത്തെ ഓഫ് ചെയ്താണ്. ഇനി നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് വെക്കുക. 5 മിനിറ്റിന് ശേഷം നമുക്ക് കഴിക്കാം. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇത് ശരിക്കും ഈ വാഴക്കത്തട്ട എന്ന് പറഞ്ഞാൽ ഉമ്മൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് ഇത് തൊലിയൊക്കെ കളഞ്ഞ് ആ വൈറ്റ് പോർഷൻ ഏറ്റവും ചെറിയ ഭാഗം എത്തുമ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ തന്നിരുന്നു. ഇത് ശരിക്കും പുണ്ണിനൊക്കെ നല്ലതാണെന്നാണ് പറയണത്. പിന്നെ അവിടുന്ന് കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത് തോരൻ വെക്കാന്നുള്ളത് അറിയുന്നത്. പിന്നെ എപ്പോഴും തോരൻ വെക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ വെക്കുമ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.